ഹലോ ഫ്രണ്ട്സ്, താമരത്തോട്ടത്തിൽ എല്ലാത്തിലും ബഡ്ഡുകൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബഡ്ഡുകൾ എന്തോ വന്ന് കഴിച്ചിട്ടും പോകുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ക്രിസ്റ്റൽ വൈറ്റിൽ ഒരു ബഡ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ ലിറ്റിൽ ലോഞ്ചിവിറ്റിയിൽ 2-3 ബഡ് കഴിച്ചേക്കുവാണ് എന്തോ വന്ന്. അപ്പോൾ അങ്ങനെ എന്തോ ശല്യമുണ്ട്. എലിയാണോയെന്ന് അറിയില്ല. പക്ഷേ എലിക്ക് വേണ്ടി ഞങ്ങളിവിടെ അടച്ചൊക്കെയാണ് വയ്ക്കുന്നത്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ തിന്നുകൊണ്ട് പോകുന്നതെല്ലാം പോകട്ടെ, നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പകലാണെങ്കിൽ നമുക്ക് നോക്കാം, രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മുടെ ഹൾക്കാണ്. ഹൾക്ക് തനിയെ വിരിയുന്ന വെറൈറ്റിയാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അണഞ്ഞും പോകും. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ. ഹൾക്ക് കണ്ട എന്താ ഭംഗി, എന്ത് വണ്ടുകളാണ് ഇരിക്കുന്നത് നോക്കൂ. കണ്ടോ, തേൻ കുടിക്കാനായിട്ട് തേനീച്ചകൾ. അതായത് ഹൾക്ക് എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട്. കുറേയൊക്കെ നമുക്ക് കാണിച്ച് പോകാം, കാണിച്ചില്ലെങ്കിൽ അതൊരു വിഷമമാണ്. ഇത് ജൂലിയറ്റാണ്. ജൂലിയറ്റിനെ നമുക്കൊന്ന് വിരിയിച്ചിടും. ജൂലിയറ്റൊക്കെ നല്ല ഫ്ലവറാണ് കേട്ടോ. നല്ല കളറാണ് കാണാനായിട്ട്. നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ജൂലിയറ്റൊക്കെ കാണാൻ. ഇതിന് ഒരു ബഡും കൂടെ ഉണ്ട്. നാളെ ഇനി ഈ ബഡ് കാണുമെന്ന് അറിയില്ല, നമ്മളിന്ന് കാണിച്ചു പോകും നാളെ. ഇത് മിറാക്കിളാണ്. അത് എംബാബയിൽ ഇനിയും 2 ബഡും കൂടെ വിരിയാനുണ്ട്. ഇതാ കണ്ട, ലോഞ്ചിവിറ്റിയിലുള്ള ബഡെല്ലാം തിന്ന് വെച്ചേക്കുന്നു. ക്രിസ്റ്റൽ വൈറ്റിലെ ഒരു ബഡ് തിന്നതും അതിൻ്റെ ഇടയിൽ ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, എലിയാണോ എങ്ങനെയോ കയറുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പം നമുക്ക് രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. കഴിച്ചുകൊണ്ട് പോകുന്നവരൊക്കെ പോട്ടെ. അപ്പോൾ എന്ത് ചെയ്യാം? ഇത് ദേവസേനയാണ്. ദേവസേന തനിയെ വിരിയുന്നതാണ്. അപ്പോൾ അതും നമുക്ക് വിരിയിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഇന്ദുലേഖ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിരിയിച്ച് കൊടുക്കുക. അതൊക്കെ വിരിയിച്ച് കൊടുത്താലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നാളെ അതിൻ്റെ പറ്റൽസ് എല്ലാം കൊഴിഞ്ഞു പോകും. ഇന്ദുലേഖ നല്ല ഭംഗിയാകട്ടെ. ഇനി ഒരു ബഡും കൂടെ വന്നിട്ടുള്ളൂ. അതാ ഒരു ബഡ് വന്നിട്ടുണ്ട്. അങ്ങനെ 1-2 ബഡും കൂടെയൊക്കെ ഇനി വരും. പിന്നെ ഇത് S1 ഉണ്ട് കേട്ടോ എനിക്ക് ചെടിച്ചട്ടിയിൽ. S1 ഇപ്പോൾ വിരിഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഇതാ ഒരു ബഡ്. ചെടിച്ചട്ടിയാണ്, സാധാ നമ്മുടെ ചെടിച്ചട്ടിയിലാണ് വച്ചേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ റിപ്പോർട്ട് ചെയ്യേണ്ടിയേ വന്നിട്ടില്ല. ലക്ഷ്മിക്കുട്ടി ഹോള് വന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വിരിയിച്ച് കൊടുക്കാമായിരുന്നു. ഹോള് വന്നില്ല. അപ്പോൾ ഇതാ ഒരു ബഡ് വന്നിട്ടുണ്ട്. ഇത് പീക്ക് ഓഫ് പിങ്ക്. ഈ പീക്ക് ഓഫ് പിങ്കൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോണം കേട്ടോ. നല്ല ഇഷ്ടം പോലെ ഫ്ലവർ വരുന്നതും നല്ല വലുതാണ് ബഡ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞ ശേഷം ഒരു ബഡും കൂടെ വന്നിട്ടുണ്ട്. പിന്നെ കാദംബരിയിൽ ഒരു ബഡേ വന്നിട്ടുള്ളായിരുന്നു. അങ്ങനെ കുറേ വെറൈറ്റീസാണ് ഉള്ളത്. എല്ലാത്തിലുമൊക്കെ ബഡുകൾ വരുന്നുണ്ട്. നമുക്കെല്ലാം ശ്രദ്ധിക്കാനും ചിലപ്പോൾ കിട്ടില്ല. ഇതിൻ്റെ ഐഡിയ അറിയില്ല. ഇത് വിരിയുമ്പോൾ ഞാൻ നോക്കാം ഏത് വെറൈറ്റി ആണെന്ന്. ഏതോ സെയിൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വയ്ക്കുന്നതാണ്. ചിലപ്പോഴൊന്നും നമുക്ക് ഐഡിയ എഴുതാനായിട്ട് കുറേ ദിവസം വെള്ളത്തിൽ കിടന്നിട്ടായിരിക്കും നമ്മൾ നട്ട് വയ്ക്കുന്നത്. 2 ബഡ് വന്നിട്ടുണ്ട്. ഇത് ദേവസേനയുടെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ഒരു റണ്ണർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബഡ് വന്നിട്ടുള്ളൂ. അപ്പോൾ 2 പാത്രത്തിലാണ് വെച്ചേക്കുന്നത് ദേവസേന. ഇത് നവമി എന്നുള്ള വെറൈറ്റിയാണ്. വലിയ ബഡാണ്. ഒരു ബഡും കൂടെ ഉണ്ട്. ഈ മുന്നേ നമ്മളിങ്ങനെ കാണുന്നതിന് നമ്മളിങ്ങനെ നിരടി കൊന്നു കളയണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ ബഡ് ചീത്തയായി പോവും. കുറേ എലി കൊണ്ടുപോകും. കുറേ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം വന്ന് കഴിച്ച് ഇല്ലാതാക്കിയിട്ടൊക്കെ പോവും. പിന്നെ ഇത് കിരണ്യ എന്നുള്ള വെറൈറ്റിയാണ്. ഒരു ബഡ് ഇപ്പോൾ ഉണ്ട്. വെള്ളത്തിലൊരു ബഡ് വരുന്നുണ്ട്. ഒച്ചുണ്ട് കേട്ടോ, നിറയെ. കുറേയൊക്കെ ഒച്ചുണ്ട്. എല്ലാത്തിനും എടുത്ത് കളയും. കുറേ എടുത്ത് കൊന്ന് കളയും. എല്ലാം രീതിക്ക് ചെയ്താലും ഒച്ച് നിറയെ ഉണ്ട്. ഞാൻ പക്ഷേ ഒരു മരുന്നും അടിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ കൂടുന്നത്. പിന്നെ ഇത് സാറ്റയാണ്. സാറ്റയെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടിയേ വരത്തില്ല. ഇഷ്ടംപോലെ ഫ്ലവർ വരും. ഇതിലൊക്കെ ഇഷ്ടംപോലെ ഒച്ചുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ പ്ലാന്റിലൊക്കെ? പിന്നെ ഇത് കിവിയാണ്. പിന്നെ അവിടെ ഒരു തമോയൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം കിട്ടിയതാണ്. ഇത്
സുസ്മിതയാണ്. സുസ്മിതയിലും ഇതാ ഒരു ബഡ് വന്നിട്ടുണ്ട്. സുസ്മിത എല്ലാം പുതിയ വെറൈറ്റിയാണ് കേട്ടോ. പഴയത് എനിക്കിപ്പോൾ വളരെ കുറവാണ്. ഈ സ്പേസ് ഇല്ലാത്തത് കാരണം ഞാനിപ്പോൾ അങ്ങനെ പഴയതെല്ലാം മാറ്റിയിട്ട് ഞാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയും ഐഡിയ അറിയില്ല, നമുക്കൊന്ന് വിരിയിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഐഡിയ അറിയാമെന്നുള്ളവരൊന്ന് പറയണേ. ഇത് സൂപ്പർ പിങ്ക് ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. അല്ലേ ആൽമണ്ട് സൺഷൈൻ ആണോ എന്തോ, പക്ഷേ എനിക്ക് ഏതാണെന്ന് അറിയില്ല. അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞു തരണേ. ഇതാണ് അവിടെ ഒരു ബഡ് വരുന്നുണ്ട്. ഒത്തിരി ഫ്ലവർ തന്ന വെറൈറ്റി തന്നെയാണ്. അത് ജൂലിയറ്റ്. ഒരു റോസാപ്പൂവിൻ്റെ ബഡൊന്ന് കരിഞ്ഞു പോയി കേട്ടോ. അത് അവിടെ നിൽക്കുന്നത് അതിന് ലീഫിനും എന്തോ സംഭവിച്ചേക്കുകയാണ്. മൊസൈക്ക് രോഗമാണെന്ന് തോന്നുന്നു, നോക്കണം. ഇത് കണ്ട ജൂലിയറ്റാണ്. ജൂലിയറ്റ് അല്ല, വജ്ര. 3 ബഡ് തന്നെയാണ്. ഇത് സാൻഡ്ല എന്ന വെറൈറ്റി ആണെന്ന് തോന്നുന്നു. വിരിയുമ്പോഴറിയാം. എൻ്റെ ടബിൽ എഴുതിയ പേരങ്ങ് മാഞ്ഞു പോയി. സാൻഡ്ല ആകാനാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഇത് ലില്ലിപ്പുട്ട് എന്ന പുതിയ വെറൈറ്റിയാണ്. ഇതാ ബഡ് വന്ന് ഇതാ ഒരു ബഡ്, 2 ബഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനിയും വരും, സ്റ്റാൻഡിങ് ലീഫുകളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ മുംതാസിൽ ഇതാ ബഡ് വന്ന് നിൽപ്പുണ്ട്. ഇതിന് മൊസൈക്ക് രോഗം ആകുന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ലീഫുകൾ, നമ്മളിങ്ങനെ വരുന്ന ലീഫുകളിന് എടുത്ത് കളയണം. ഒരുമാതിരി ചുരുണ്ട ലീഫാണ് വരുന്നത്. ഇതാ ബഡുകളൊക്കെ നിറയെ വന്നിട്ടുണ്ട്. പക്ഷേ ലീഫിന് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്ലാന്റ് കേടാവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ലീഫില്ലെങ്കിലും വേണ്ടിയില്ല, നമുക്കെടുത്ത് കളയണം ലീഫുകൾ. പിന്നെ ഇത് റഷി എന്ന പുതിയ വെറൈറ്റിയാണ്. അതിൽ ഒരു ബഡേ വന്നിട്ടുള്ളൂ. ഇനി വരുമായിരിക്കും. ചെറിയ പോട്ടിലാണ് ഞാൻ വച്ചേക്കുന്നത് റഷി. പിന്നെ അടുത്തതായിട്ട് ഇവിടെ ഇത് കണ്ട മീസോക്ക് കഴിഞ്ഞ ദിവസവും ഞാൻ കാണിച്ചത് തന്നെയാണ്. അതിലടുത്തൊരു ബഡും കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ബഡുകളേ ഉള്ളൂ കാണിക്കാനായിട്ട് ഇഷ്ടം പോലെ. ഇത് പിങ്ക് മിസ്റ്റിൽ ഒരു ബഡേ വന്നിട്ടുള്ളൂ. എല്ലാം ചെടിച്ചട്ടിയാണ് കേട്ടോ. സ്പേസ് ഇല്ലാത്തത് കാരണം എല്ലാം ചെടിച്ചട്ടിക്കകത്താണ് ഞാൻ വച്ചേക്കുന്നത്. ഇത് കാവേരി. ഇവിടെ അങ്ങനെ എല്ലാത്തിലും ബഡുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതും എനിക്ക് അൻഹത എന്ന് പറഞ്ഞാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷേ അൻഹതയുടെ ബഡാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ചെറിയ ടബാണ്, ഏറ്റവും ചെറിയ ടബിലാണ്. 1, 2, 3, 4 ബഡ് വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് പിയോണിയാണ്. S1 അല്ലായിരുന്നു. വൈറ്റ് പിയോണിൽ ഇനിയും 2 ബഡ് വരുന്നുണ്ട്. പിന്നെ ഇത് പുതിയ വെറൈറ്റിയായ ഗാഥയാണ് കേട്ടോ. എന്ത് ഭംഗിയാണ് നോക്കിയ ഗാഥയെ കാണാൻ. നല്ല ഭംഗി. തനിയെ വിരിഞ്ഞതാണ്, ഞാൻ വിരിയിച്ച് കൊടുത്തിട്ടില്ല. അത് തനിയെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നല്ല മെച്ചൂർഡായ ഫ്ലവറാണ്. ഫസ്റ്റ് ഫ്ലവറാണ്, പക്ഷേ നല്ല ഭംഗി ഗാഥയെ കാണാൻ. കണ്ട എന്ത് ഭംഗി. ഒരു ബഡേ വന്നിട്ടുള്ളൂ എനിക്ക്. ഒരു ബഡേ വന്നിട്ടുള്ളൂ. അപ്പം ഇതൊക്കെയാണ്. കുറച്ച് വിശേഷങ്ങൾ കാണിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ്. അതായത് കിവിയല്ല, മിസ് കേരള. അത് ഗരുഡയിൽ ഒരു ബഡ് അങ്ങ് വീണുപോയി. എന്തോ വന്ന് കടിച്ചിട്ടായിരിക്കണം. പിന്നെ അത് അവിടെ ബുച്ചയാണ്. ബുച്ചയിൽ ഒരു ബഡ് കരിഞ്ഞു പോയി, ഒന്ന് നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാത്തിലും ബഡ് വരുന്നുണ്ട്, പ്രശ്നമില്ല. പുതിയ വെറൈറ്റീസാണ് എൻ്റെ കയ്യിൽ കൂടുതലും ഉള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറച്ച് ട്യൂബേഴ്സ് കൂടെയൊക്കെ വരാനുണ്ട്. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.